മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പുതിയ ദർശന ക്രമീകരണങ്ങളോടെയാണ് ഇത്തവണ നട തുറന്നത്. 18-ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയിലാണ് ക്രമീകരണം. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, പുതിയ ക്രമീകരണങ്ങൾ എങ്ങനെയുണ്ട്? നീലിമ, അല്പസമയം മുമ്പാണ് ശബരിമലയിൽ മീനമാസ പൂജകൾക്കായി നട തുറന്നത്. ഇപ്പോൾ ഭക്തരെ ഈ 18-ാം പടിയിലേക്ക് കയറ്റിവിട്ടു. ഇപ്പോൾ സന്നിധാനത്തേക്ക് അവർ ദർശനം നടത്തുവാൻ വേണ്ടി മുകളിലേക്ക് സോപാനത്തിനരികേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ്. അതായത് പുതിയ പരിഷ്കാരങ്ങളോടുകൂടിയാണ് ഇത്തവണ ഈ ദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കൊടിമരമുണ്ട്. കൊടിമരത്തിന് ചുവട്ടിലെത്തിയ ശേഷം രണ്ട് വശത്തുകൂടെയുമാണ് ഈ ഭക്തജനങ്ങൾ ഉള്ളിലേക്ക്, ഈ ബലിക്കൽപുര വഴി ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഈ രണ്ട് വശത്തിനും നടുവിലായി കാണിക്ക വഞ്ചി, നീളത്തിലുള്ള കാണിക്ക വഞ്ചി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമുകൾ, അതായത് 20 സെക്കൻഡ് നേരിട്ട് ദർശനം നടത്താമെന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ദേവസ്വം ബോർഡ് അധികൃതരൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും സുഗമമായി ദർശനം നടത്താൻ സാധ്യമായി കഴിഞ്ഞാൽ വരും മാസങ്ങളിലും ഇങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു ക്രമീകരണം ഏർപ്പെടുത്തുക. എന്തായാലും ഈ നിലവിലിപ്പോൾ ഫ്ലൈ ഓവർ വഴിയല്ല, അതായത് ഈ സന്നിധാനത്തുള്ള ഫ്ലൈ ഓവർ വഴിയല്ല ഈ ഭക്തജനങ്ങളെ കയറ്റിവിടുന്നത്. ഇവിടെ എത്തുന്ന അയ്യപ്പന്മാരെ നേരെ തന്നെ ബലിക്കൽപുരയിലൂടെ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത്തവണ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതൊരു ക്രമീകരണമായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് പോലീസുകാരെയും കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു തിരക്കിൽ ഇങ്ങനെയാണ് ഭക്തജനങ്ങൾ ഉള്ളിലേക്ക് കയറുന്നത്. പക്ഷേ മണ്ഡലകാലമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് നമുക്കിനിയും കൂടുതലായി അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ നട തുറന്ന സമയമാണ്. ഇവിടെ എത്തിയ ഭക്തരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ ഉള്ളിലേക്ക്, അതായത് ഇവിടെ നിന്നും കയറിയ ശേഷം നടുവിലായി നീളത്തിലുള്ള ഇതാണ് ബലിക്കൽപുര. ഈ ബലിക്കൽപുരയിൽ നിന്നും കയറിയാണ് ഭക്തജനങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത്. ഉള്ളിലേക്ക് എത്തി ദർശനം നടത്തി ഒരു വശത്തു കൂടി തന്നെ, അതായത് പോകുന്നവരെല്ലാം ഇടതുവശത്തു കൂടി തന്നെ മാറുമെന്നുള്ളതാണ് അവിടെ നിന്നും. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, തിരക്കുണ്ട്. ഈ ഒരു ബലിക്കൽപുരയ്ക്ക് സമീപത്ത് തന്നെ ഭക്തജനങ്ങൾ അങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇനി ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തുനിൽപ്പ് തന്നെയാണ്. എന്തായാലും 18-ാം പടി കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് നേരിട്ട് ദർശനം ഉറപ്പാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ ഇന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അകത്ത് ഈ എത്തുന്ന ഭക്തജനങ്ങളെ രണ്ട് വരിയായി ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതാണിപ്പോൾ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ അവർ ഈ ബലിക്കൽപുര വഴിയുള്ള വാതിൽ വഴി ഉള്ളിലേക്ക് കയറുന്നതാണ്. ആ ഉള്ളിലേക്ക് കയറി നേരിട്ട് ദർശനം നടത്തും എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഒട്ടനവധി വർഷങ്ങളായി ഇവിടേക്ക് എത്തുന്ന, അതായത് 18-ാം പടി ചവിട്ടി എത്തുന്ന ഭക്തർ നേരെ ഇടതുവശത്തുകൂടിയുള്ള ഫ്ലൈ ഓവറിലേക്ക് കയറും. അവിടെ നിന്നുമാണ് ഈ ശ്രീകോവിൽ പ്രദക്ഷിണം വെച്ച് സോപാനത്തിലേക്ക് ഇറങ്ങുക. എന്നാൽ ഇത്തവണ ഈ ഒരു മീനമാസ പൂജയ്ക്ക് ഇതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ നേരിട്ടുള്ള ദർശനത്തിനാണ്. ഇത് എങ്ങനെയാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്ന ഭക്തജന തിരക്കനുസരിച്ച് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ, അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാകുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തിയ ശേഷമാകും ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഇത്തരത്തിലൊരു സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭക്തരുടെ സുഗമമായ ദർശനത്തിന് വേണ്ടിയെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ദർശനം ഉറപ്പാക്കുക, അത് കൂടുതൽ സമയം ദർശനം ഉറപ്പാക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണയായി ഫ്ലൈ ഓവർ വഴി വന്ന ശേഷം സോപാനത്തിനരികെ എത്തുന്ന ഭക്തർ വലതുവശത്തേക്ക് നോക്കി ദർശനം നടത്തി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകേണ്ടി വരുന്നു. അപ്പോൾ സമയക്കുറവ് ഉണ്ട് എന്നുള്ളതാണ്. ദർശനത്തിന് എത്തുന്നവർക്ക് അധികമാർക്കും പെട്ടെന്ന് കണ്ട് നിൽക്കാൻ, അല്ലെങ്കിൽ അവർ അയ്യപ്പനെ കാണാനെത്തുമ്പോൾ ഈ 41 ദിവസത്തെ വ്രതം നോറ്റ് ഇവിടേക്ക് എത്തുമ്പോൾ അയ്യപ്പനെ കുറച്ചു സമയം മാത്രം കാണാനേ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ 20 സെക്കൻഡിലധികം ദർശനം നടത്തി മുന്നോട്ട് നീങ്ങാൻ സാധിക്കുമെന്നാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത് ഓർക്കുകയാണ് മനോജ്. അതായത് നേരത്തെയുള്ള
രീതി അനുസരിച്ച് അയ്യനെ ഒന്ന് കാണാൻ ഒരു 5 സെക്കൻഡ് 2 സെക്കൻഡ് മാത്രമാണ് ഭക്തർക്ക് ലഭിക്കുന്ന ഒരു സമയം എന്നത്. പക്ഷേ പുതിയ ക്രമീകരണം നടപ്പാക്കുന്നതോടെ അയ്യപ്പനെ ഒരു 20 സെക്കൻഡെങ്കിലും ദർശിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഭക്തർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അത് പ്രാവർത്തികമായിട്ടുണ്ടോ? നമുക്ക് എന്താണ് ഈ പ്രാരംഭ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിലിപ്പോൾ നട തുറന്നപ്പോൾ ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് ഈ പറഞ്ഞതനുസരിച്ച് തന്നെ ഇരുവശത്തും കൂടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ആ ഒരു തിരക്ക് ഈ സ്ഥലത്ത് അനുഭവപ്പെടുന്നുണ്ട്. അത് പോലീസ് ഇവിടെ നിയന്ത്രിച്ച് പോലീസ് അയ്യപ്പന്മാർ അവരെ ഉള്ളിലേക്ക് വിടുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ആ നിൽക്കുന്ന സമയം അത്രയും ഉള്ളിലേക്ക് ശ്രീകോവിൽ കണ്ട് മുന്നോട്ട് നീങ്ങാമെന്നുള്ളതാണ്. അവിടെ ഈ അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി മുന്നോട്ട് നീങ്ങാമെന്നുള്ളതാണ് ഇവിടെ അധികൃതരൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭക്തരെല്ലാം ഇവിടെ നിന്ന് തന്നെ കൈകളോടെ നേരെ ആ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഈ ബലിക്കൽപുരയ്ക്ക് ഇരുവശത്തുകൂടെയും എത്തുന്ന ഭക്തജനങ്ങൾ അങ്ങനെ കാത്തുനിന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. എല്ലാവർക്കും ദർശനം സുഗമമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു തിരക്കിൽ അനുഭവപ്പെടുന്നത്. അതായത് മാസപൂജയാണ്, മീനമാസക്കാലം ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം അനുസരിച്ചിരിക്കും ഈ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതും. ഇനി അത് അടുത്ത മാസങ്ങളിലേക്കൊക്കെ പ്രാവർത്തികമാക്കുന്നതിലും, കാരണം ഇത് മണ്ഡലകാലമാകുമ്പോൾ ഇതിൽ നിന്നും നിരവധി മടങ്ങ് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ അവരെ എത്തരത്തിലാണ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വാതിലാണുള്ളത്, ചെറിയൊരു വാതിലാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ രണ്ട് വശത്തും, അതായത് വരിയായി പോകാനുള്ള ഒരു സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരാൾക്ക് പിന്നിൽ ഒരാളായാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റുക. കാരണം നടുവിൽ കാണിക്ക വഞ്ചിയാണ്, നീളത്തിലുള്ള കാണിക്ക വഞ്ചി നടുവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവശത്തുകൂടെയും അങ്ങനെ മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ എത്രത്തോളം ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇത് സുഗമമായി ദർശനം നടത്താൻ സാധിക്കുമെന്നുള്ളത് ഇപ്പോൾ മാസപൂജയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലകാലം എങ്ങനെയായിരിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ കൂടെ ഉപയോഗിക്കുമെന്നാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്തരത്തിൽ തിരക്ക് കൂടുതലാവുകയാണെങ്കിൽ ഫ്ലൈ ഓവർ വഴിയും ഭക്തജനങ്ങളെ കടത്തിവിടും, അതുവഴിയും നിയന്ത്രിക്കുമെന്നാണ്. കാരണം അത്തരത്തിൽ ഫ്ലൈ ഓവർ നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു മാറ്റം എന്നുള്ളത്. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മാസ പൂജയ്ക്ക് നടത്തുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, അല്ലെങ്കിൽ എത്തരത്തിലാണ് അവർക്ക് ദർശനം സുഗമമാകുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഇത് സ്ഥിരമായും ഇത്തരമൊരു കാര്യത്തിലേക്ക്, ഇത്തരമൊരു ക്രമീകരണത്തിലേക്ക് നീങ്ങുകയുള്ളൂ. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ സ്വാമിയെ കാണാനായി, അയ്യപ്പനെ കാണാനായി, അങ്ങനെ ആ ദർശനത്തിനായി ഭക്തിയോടുകൂടി ഉള്ളിലേക്ക് കയറുകയാണ്. ഈ വാതിൽ വഴി ഉള്ളിലേക്ക് കയറുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ അയ്യപ്പനെ ദർശിക്കണം, അതായത് കൂടുതൽ സമയം അയ്യപ്പനെ കാണാൻ കിട്ടിയ ഒരു അവസരം, അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു തിരക്ക് നമുക്ക് കാണുന്നുണ്ട്. ആദ്യമായി, അതായത് ഈ ഒരു നട തുറന്നപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയ ഭക്തജനങ്ങളാണ്. ഇനിയും വരും ദിവസങ്ങളിലും ഭക്തജനങ്ങൾ ഉണ്ടാകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഉള്ളവർ ഉണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു പുതിയ ക്രമീകരണം വഴി ഉള്ളിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ്. നടുവിലായി പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തായും ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് രണ്ടായി വേർതിരിച്ചുകൊണ്ട്, അതായത് ഒരുമിച്ചെത്തുന്ന ഭക്തജനങ്ങളെ രണ്ട് വശത്താക്കി ഉള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അങ്ങനെ ഇരുമുടിക്കെട്ടുമായി ശ്രീകോവിലിന് മുന്നിലേക്ക്, ആ സോപാനത്തിന് മുന്നിലേക്ക് നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇനി ഭക്തജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് തേടേണ്ടി വരും. കാരണം അവരുടെ ദർശനം എത്തരത്തിലായിരുന്നു, സുഗമമായിരുന്നോ എന്നൊക്കെ തന്നെ അവർ തന്നെ പറയണം. എന്തായാലും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ദർശനത്തിന് വേണ്ടി ഉള്ളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവരൊക്കെ എങ്ങനെ. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പുതിയ ദർശന ക്രമീകരണങ്ങളോടെയാണ് ഇത്തവണ നട തുറന്നത്. 18-ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയിലാണ് ക്രമീകരണം. വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്നും മനോജ് പങ്കുവച്ചത്.